ശരി, നമുക്കിതിലേക്ക് കിടക്കാം. രാത്രികളെ നമ്മുടെ ഉറക്കം കെടുത്തിക്കളയുന്ന ആ പേടിപ്പെടുത്തുന്ന കഥകൾക്ക് പിന്നിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മളിന്ന് കീറിമുറിച്ച് പരിശോധിക്കാൻ പോവുകയാണ്. കിഴക്കൻ നാടുകളിലെയും പടിഞ്ഞാറൻ നാടുകളിലെയും അർബൻ ലെജൻഡുകൾ എങ്ങനെയാണ് നമ്മളെ ഭയപ്പെടുത്തുന്നതെന്ന് ഈ അനാലിസിസിലൂടെ നമുക്ക് കണ്ടെത്താം. ഇന്ന് നമ്മൾ പോകുന്ന വഴികൾ ഇവയാണ്. ഭയത്തിന്റെ മനഃശാസ്ത്രത്തിൽ തുടങ്ങി ആധുനിക ജപ്പാനിലെ ഭയപ്പെടുത്തുന്ന കഥകളിലൂടെയും സ്ലെൻഡർമാന്റെ ഡിജിറ്റൽ ചരിത്രത്തിലൂടെയും നമ്മൾ സഞ്ചരിക്കും. അതിനുശേഷം ഇരു സംസ്കാരങ്ങളിലെയും ഉത്കണ്ഠകൾ താരതമ്യം ചെയ്ത് ഈ ഹൊറർ കഥകളുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ കണ്ടെത്തും. വളരെ ചിട്ടയായ ഒരു രീതിയിലാണ് ഈ ഭയപ്പെടുത്തുന്ന ലോകത്തെ നമ്മളിന്ന് സമീപിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ വിഷയം ഭയത്തിന്റെ മനഃശാസ്ത്രം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് നമ്മളിൽ ചിലർ പേടിപ്പിക്കുന്ന സീനുകൾ വരുമ്പോൾ തലയണയുടെ പിന്നിൽ ഒളിക്കുന്നത്, എന്നാൽ മറ്റു ചിലരാകട്ടെ ഇത്തരം ഹൊറർ അനുഭവങ്ങൾ ആവേശത്തോടെ തേടിപ്പോകുന്നത്? സത്യം പറഞ്ഞാൽ അജ്ഞാതമായതിനോടുള്ള നമ്മുടെ അതിയായ ആകാംക്ഷയാണ് ഈ പേടിയിലൂടെ നമ്മൾ ശമിപ്പിക്കുന്നത്. കൂട്ടുകാരൊന്നിച്ച് ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ത്രില്ല് കിട്ടാറില്ലേ? അത് തന്നെയാണ് ഇതിന് പിന്നിലെ രഹസ്യവും. പ്രശസ്ത ഫോക്ലോർ ഗവേഷകനായ മൈക്കിൾ ജെ കോവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം ലെജൻഡുകൾ നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായ ചില ഭയങ്ങളെയാണ് കാണിക്കുന്നത് എന്നാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ, തികച്ചും സാധാരണമായ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം അമാനുഷിക ശക്തികളോ ഭീകരരൂപികളോ ഒക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് ജീവിതത്തിന് കുറച്ചുകൂടി ഒരു രസം നൽകുന്നു, അല്ലേ? രണ്ടാമത്തെ വിഷയം ആധുനിക ജപ്പാനിലെ ഭയപ്പെടുത്തുന്ന കഥകൾ. ഇനി നമുക്ക് കിഴക്കൻ നാടുകളിലേക്ക്, പ്രത്യേകിച്ച് ജപ്പാനിലേക്ക് പോകാം. വളരെ ഇരുണ്ടതും ഭയപ്പെടുത്തുന്നതുമായൊരു ലോകമാണിത്. ഇവിടെ ഭയം ഒളിച്ചിരിക്കുന്നത് സ്കൂൾ ബാത്റൂമുകൾ പോലെയുള്ള വളരെ സാധാരണമായ സ്ഥലങ്ങളിലാണ്. ഉദാഹരണത്തിന്, അഗാമാൻഡോ എന്ന ചുവന്ന കുപ്പായക്കാരന്റെ കാര്യം തന്നെ എടുക്കാം. ബാത്റൂമിൽ വെച്ച് അയാൾ നിങ്ങളോട് ചോദിക്കും, ചുവപ്പോ നീലയോ പേപ്പർ വേണോ എന്ന്. ഏതുത്തരം നൽകിയാലും മരണമുറത്താണ്. ഹനാക്കോ-സാൻ എന്ന പ്രേതത്തിന്റെ കഥയും ഇതുപോലെ തന്നെയാണ്. തികച്ചും സാധാരണമായ ഇടങ്ങളിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ ആവാത്ത വിധം ഭയം നമ്മെ പിടികൂടുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി കുച്ചിസേക്കോന്ന അഥവാ വായകീറിയ സ്ത്രീയുടെ കഥ കേൾക്കുമ്പോൾ ശരിക്കും നമ്മുടെ ചോരയുറഞ്ഞുപോകും. ഇരുട്ടിൽ അവൾ നിങ്ങളുടെ മുന്നിൽ വന്ന് ചോദിക്കും, ഞാൻ സുന്ദരിയാണോ? ഇതൊരു അസാധ്യമായ ചോദ്യമാണ്. അല്ല എന്ന് പറഞ്ഞാൽ അവൾ നിങ്ങളെ അവിടെ വെച്ച് തന്നെ കൊല്ലും. ഇനി അതേയെന്ന് പറഞ്ഞാലോ? അവൾ അവളുടെ മുഖമൂടി മാറ്റി വികൃതമായ മുഖം കാണിച്ച് നിങ്ങളുടെ വായും അവളെപ്പോലെ കത്രിക ഉപയോഗിച്ച് കീറിമുറിക്കും. ഇവിടെയും രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല. ഈയൊരു രൂപത്തെക്കുറിച്ച് കേട്ടാൽ സത്യത്തിൽ ആർക്കും ഭയം തോന്നും. റെയിൽവേ ട്രാക്കിൽ വെച്ച് ശരീരം പകുതിയായി മുറിഞ്ഞുപോയ ടേക്കെ ടേക്കെ എന്ന ആത്മാവാണിത്. കൈമുട്ടുകൾ കുത്തി നിലത്തൂടെ അതിവേഗത്തിൽ ഇഴഞ്ഞാണവൾ വരുന്നത്. എത്ര വേഗതയിലാണെന്നോ! ഓടുന്ന കാറുകൾക്കൊപ്പമെത്താൻ അവൾക്ക് കഴിയും. അവളിൽ നിന്ന് ഓടി രക്ഷപ്പെടുക എന്നത് ശാരീരികമായി തീർത്തും അസാധ്യമാണ് എന്നതാണിതിലെ ഏറ്റവും വലിയ ഞെട്ടൽ. മൂന്നാമത്തെ ഭാഗം സ്ലെൻഡർമാന്റെ ഡിജിറ്റൽ ചരിത്രം. ഇതിലേറ്റവും കൗതുകകരമായ കാര്യമെന്താണെന്നോ? ഇനി നമ്മൾ ജപ്പാനിൽ നിന്ന് നേരെ പടിഞ്ഞാറൻ നാടുകളിലേക്ക് മാറുകയാണ്. ഇവിടെ ഇന്റർനെറ്റിലൂടെ ജനിച്ച തീർത്തും വ്യത്യസ്തമായൊരു ഭയത്തെക്കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. 2009 വിക്ടർ സർജ് എന്നൊരാൾ ഒരു ഫോട്ടോഷോപ്പ് മത്സരത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ വെറുമൊരു കഥാപാത്രമായിരുന്നു സ്ലെൻഡർമാൻ. എന്നാൽ പിന്നീട് ആളുകൾ ഇത് ഏറ്റെടുക്കുകയും ഒരു വലിയ മിത്തോളജി തന്നെ സൃഷ്ടിക്കുകയും ചെയ്തു. പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം, 2014 വോക്കേഷിയിൽ ഈ സാങ്കല്പിക കഥാപാത്രത്തിൽ വിശ്വസിച്ച് 2 പെൺകുട്ടികൾ അവരുടെ സുഹൃത്തിനെ കുത്തിക്കൊല്ലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ്. ഒരു ഡിജിറ്റൽ കഥ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നുവന്ന ഭയാനകമായ നിമിഷമായിരുന്നു അത്. എന്താണ് സ്ലെൻഡർമാനെ ഇത്രമാത്രം ഭയപ്പെടുത്തുന്നതാക്കുന്നത്? അവന് മുഖമില്ല, അതിഭീകരമായ ഉയരമുണ്ട്, കറുത്ത സ്യൂട്ട് ധരിച്ചിട്ടുണ്ട്, കൂടാതെ ശരീരത്തിൽ നിന്ന് വള്ളികൾ പോലുള്ള കൈകളും വരും. ജാപ്പനീസ് പ്രേതങ്ങളെപ്പോലെ വ്യക്തമായ ആയുധങ്ങളല്ല ഇയാളുടെ കയ്യിലുള്ളത്. പകരം ഇയാൾ ക്യാമറകളിലും സ്ക്രീനുകളിലും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ഭയവും മൂക്കിൽ നിന്നുള്ള രക്തസ്രാവവുമൊക്കെയായി ആളുകളെ മാനസികമായി തകർക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സ്ക്രീനിൽ പോലും ഒരുപക്ഷെ അയാൾ ഇടപെട്ടേക്കാമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു ഭയം തോന്നുന്നില്ലേ? നാലാമത്തെ വിഷയം സാംസ്കാരിക ഉത്കണ്ഠകളുടെ താരതമ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ 2 വ്യത്യസ്ത സംസ്കാരങ്ങളെയും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഓരോ നാടിന്റെയും ഉത്കണ്ഠകൾ എങ്ങനെയാണ് തീർത്തും വ്യത്യസ്തരായ ഭീകരരൂപികൾക്ക് ജന്മം നൽകുന്നതെന്ന് കാണാം. 2ാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ജപ്പാനിൽ നഗരവൽക്കരണത്തിന്റെയും പുതിയ ആധുനിക ഇടങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് അവിടെ ഭൗതികമായ ആയുധങ്ങളേന്തിയ പ്രേതങ്ങളുണ്ടായത്. എന്നാൽ പടിഞ്ഞാറൻ നാടുകളിലാകട്ടെ അതിരുകളില്ലാത്ത ഇന്റർനെറ്റിലെ അജ്ഞാതമായ ഭയമാണ് സ്ലെൻഡർമാനിലൂടെ പുറത്തുവരുന്നത്. രൂപമില്ലാത്ത ഡിജിറ്റൽ ലോകത്തെ ഒരുതരം പരവേശം. ഷിറാച്ചെസ് എന്ന ഗവേഷക വളരെ കൃത്യമായി ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. നമ്മളെപ്പോഴും ഡിജിറ്റൽ ലോകവുമായി കണക്റ്റഡാണ്, അല്ലേ? അപ്പോൾ ആരോ നമ്മെ എപ്പോഴും രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന ഭയം സ്ലെൻഡർമാൻ കൃത്യമായി കാണിച്ചു തരുന്നു.
ഡിജിറ്റൽ ലോകത്തെ ആ അജ്ഞാത ശക്തികൾക്ക് മുന്നിൽ നമ്മൾ എത്രമാത്രം നിസ്സഹായരാണെന്ന് ഈ ലെജൻഡ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അവസാനമായി 5-ാമത്തെ വിഷയം ഹൊറർ കഥകളുടെ അടിസ്ഥാന ഘടകങ്ങൾ. നമ്മളിതുവരെ കണ്ട കഥകൾ വെച്ച് നോക്കുമ്പോൾ ഇത്തരം ഭയപ്പെടുത്തുന്ന ഏത് കഥയെയും നമുക്ക് പൊളിച്ചെഴുതാൻ ഒരു ടൂൾ കിറ്റ് ഉണ്ടാക്കാം. ലോകത്തെവിടെയുള്ള മികച്ച അർബൻ ലെജൻഡുകൾ 3 ഘടകങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. 1. ബാത്റൂമുകളോ കാടുകളോ പോലെയുള്ള വളരെ സാധാരണമായ ഒരു പശ്ചാത്തലം. 2. ഇരയ്ക്ക് മുന്നിൽ വയ്ക്കുന്ന അസാധ്യമായ ഒരു തിരഞ്ഞെടുപ്പ്, ചുവപ്പോ നീലയോ എന്നതുപോലെ. 3. എന്തുതന്നെ ചെയ്താലും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന അവസ്ഥ. നിത്യജീവിതത്തിലെ ഏറ്റവും സാധാരണമായ കാര്യങ്ങളെ ഭയത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ഈ കഥകൾ ചെയ്യുന്നത്. വീണ്ടും മൈക്കൽ ജെ കോവനിലേക്ക് തന്നങ്ങി നമുക്ക് മടങ്ങിവരാം. ജപ്പാനിലെ ബാത്റൂമിലെ പ്രേതമായാലും ഇന്റർനെറ്റിലെ സ്ലെൻഡർമാൻ ആയാലും ഒരു കഥ വർഷങ്ങളോളം നിലനിൽക്കണമെങ്കിൽ അത് ആ സമൂഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഭയങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കണം. നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തെയും മാറ്റങ്ങളെയും നമ്മൾ എങ്ങനെ ഭയത്തോടെ നോക്കിക്കാണുന്നു എന്നതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം. അപ്പോൾ ഇന്ന് നമ്മൾ കുറേയധികം കാര്യങ്ങൾ ചർച്ച ചെയ്തു. എനിക്കിനി നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ സ്വന്തം സംസ്കാരത്തിൽ, നിങ്ങളുടെ ചുറ്റുമുള്ള ഇരുട്ടിൽ ഇപ്പോൾ ഏതൊക്കെ ഭീകരരൂപികളായിരിക്കും ഒളിച്ചിരിപ്പുണ്ടാവുക? നിങ്ങളെപ്പോ ഇരിക്കുന്ന ആ മുറിയിൽ എല്ലാം പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ? അതൊന്നാലോചിച്ചു നോക്കൂ.